ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായ സെറ്റ് എയിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് സെക്ഷൻ ഇയിലെ 20ാമത്തെ ചോദ്യം മുതൽ 23ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ ചെയ്യുന്നത്. സെക്ഷൻ ഇയിൽ ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ എ ബി ഈസ് എ കോഡ് through the point P inside the circle centered at O. What is the radius of the circle? അതായത് ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിനുള്ളിലെ P എന്ന ബിന്ദുവിലൂടെ ഒരു ഞാൺ ആണ് എ ബി. വൃത്തത്തിൻ്റെ ആരമാണ് കണക്കാക്കേണ്ടത്. ഇവിടെ എ ബി ഒരു കോഡാണ് അഥവാ ഞാണാന്ന് പറഞ്ഞിട്ടുണ്ട്. വൃത്തത്തിൻ്റെ കേന്ദ്രം സെൻറ്റർ ഓയുമാണ്. പിന്നെ ഈ കോഡിലെ ഒരു പോയിൻ്റാണ് പി അല്ലേ, അതിലേക്കൂടെയാണ് ഈ ഒരു ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പല ഫിഗറും നമ്മൾ പഠിച്ചതാണ്. ഇതിനെ ഇങ്ങോട്ടും നീട്ടുമ്പോൾ ഒരു എക്സ് ഷേപ്പിൽ കിട്ടുന്ന ഫിഗർ പഠിച്ചതാണ്. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ R+D × R-D എന്നുള്ള ഒരു സമവാക്യം പഠിച്ചതാണ് അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു, പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ മെത്തേഡ് പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആറെന്ന് പറയുന്നത് റേഡിയസ് ആണ് എന്നത്, അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചാൽ അപ്പോൾ O മുതൽ ഈ ഒരു പോയിന്റിന് D എന്ന് കൊടുത്താൽ, ക്യാപിറ്റൽ ലെറ്റർ D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ O മുതൽ D വരെയുള്ള നീളമാണ് റേഡിയസ്. അപ്പോൾ നമ്മുടെ AP × PB ഈക്വൽ ടു R+D × R-D. ഇവിടെ D എന്നുള്ളത്, സ്മോൾ ലെറ്റർ D എന്നുള്ളത് ഡയമീറ്റർ അല്ല. നമ്മൾ ഈ ഒരു സമവാക്യം പഠിച്ചിരുന്നു, AP × PB ഈക്വൽ ടു R+D × R-D. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, പക്ഷെ D എന്ന് പറയുന്നതോ O മുതൽ P വരെയുള്ള ദൂരമാണ് അല്ലേ. അപ്പോൾ R-D എന്ന് പറയുന്നതോ, R എന്ന് പറയുന്ന O മുതൽ D വരെയുള്ള റേഡിയസ് ആണ്, ആരമാണ്. അതിൽ നിന്ന് D ആയ O മുതൽ P വരെയുള്ള ദൂരം കളയുമ്പോൾ കിട്ടുന്നതാണ് ഈ PD അല്ലേ. AP × PB ഈക്വൽ ടു PC × PD എന്നുള്ള ആ ഒരു ഫോർമുല തന്നെയാണിത്. ഇപ്പോൾ PC ആണ് ഇത്. C എന്ന് പറയുന്നത് ഇതിനിങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റാണ് PC × PD. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ AP എന്നുള്ളത് 4 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്, PB എന്നുള്ളത് 1 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി R നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. R നമുക്കറിയത്തില്ല. +D എന്ന് പറയുന്നത് 3 ഇൻറ്റു R-D എന്ന് പറയുന്നത് 3. ഇപ്പോൾ 4 × 1 4 തന്നെയാണല്ലോ. R+D × R-D എന്ന് പറയുന്നത് നമുക്ക് R² - 9 എന്ന് എഴുതാമല്ലോ. ഐഡൻറ്റി നമ്മൾ പഠിച്ചതാണ്. A+B × A - B, A² - B². അപ്പോൾ A² - B² 4 ആണ്. അപ്പോൾ R² എത്ര വന്നു? 4 + 9 ആണല്ലോ. 4 + 9 എന്ന് പറയുന്നത് 13 ആണ്. അല്ലെങ്കിൽ R റേഡിയസ് ഈക്വൽ ടു √13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി 21ാമത്തെ ചോദ്യം ചെയ്യാം. 21ാമത്തെ ചോദ്യം ഇതാണ്: A is a point of intersection of the circle which centered at the origin and x-axis. Circle is passes through the point C11. Calculate the area of the parallelogram OABC. അതായത് ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുവാണ് എ. വൃത്തത്തിലെ മറ്റൊരു ബിന്ദു C11 ആണ്. OABC എന്ന സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഈ പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ C എന്ന പോയിന്റും അതിൻ്റെ സൂചക സംഖ്യകളും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. C എന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ ഉയരം നമുക്ക് കിട്ടും അല്ലേ. ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? C11 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലേക്കും 1, വൈ ആക്സിസിലേക്കും 1. അപ്പോൾ ഈ ഹൈറ്റ് തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണല്ലോ. ഇനി നമുക്ക് പരപ്പളവ് അഥവാ ഏരിയ ഒരു സാമാന്തരികത്തിൻ്റെ കാണണമെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ബേസിൻ്റെ അളവ് തന്നെയല്ലേ ഈ റേഡിയസ് അല്ലേ. ആരം
അഥവാ റേഡിയസ് ബേസ് തന്നെയാണ്. അപ്പോൾ ഇതും 1 ആണ്, ഇതും 1 ആണല്ലോ. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളും ആണല്ലോ, ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് ഈ OC അഥവാ റേഡിയസ് വരുന്നത് അല്ലേ, ആ വൃത്തത്തിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പം നമുക്ക് റേഡിയസ് അഥവാ ആരം കാണാനായിട്ട് എന്താണ്, √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് 1² + 1² ആണല്ലോ റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പം √(1² + 1² എന്ന് പറയുന്നത് എത്രയാണ്, √2 ആണ്. √2 സെൻറ്റിമീറ്റർ ആണ് അല്ലെ, √2 യൂണിറ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ആ ഇത്രയും √2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതും √2 തന്നെയല്ലേ അല്ലേ. അതായത് ബേസ്, ഈ പാരലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ ബേസ് അഥവാ പാദം √2 ആണ്. നമുക്ക് വേണ്ടത് ഏരിയ അഥവാ പരപ്പളവാണ്. ആ പരപ്പളവെന്ന് പറഞ്ഞാൽ പാദം ഗുണം ഉയരമാണ്. ഒരു സാമാന്തരികത്തിൻ്റെ ബേസ്, പാരലോഗ്രത്തിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അതിൻ്റെ ഏരിയ. ഇപ്പോൾ പാദം അഥവാ ബേസ് ആണ് ഇപ്പോൾ കിട്ടിയ √2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ √2 × 1 എന്ന് പറഞ്ഞാൽ √2 സ്ക്വയർ സെൻറ്റിമീറ്റർ അഥവാ സ്ക്വയർ യൂണിറ്റ്, ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പരപ്പളവ്. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം ഇതാണ്. ABCP are points on the circle in the picture with AC = BC and BT is a tangent at B. Calculate the angles below. ഒന്നാമത്തെ ആംഗിൾ ACB, രണ്ടാമത്തെ ആംഗിൾ CBT. അതായത് ചിത്രത്തിലെ ABCP എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. AC = BC ആണ്. ബിയിലെ തൊടുവരയാണ് BT. താഴെ പറയുന്ന കോണുകൾ കണക്കാക്കുക. ഒന്നാമത്തെ കോൺ ACBയും രണ്ടാമത്തെ കോൺ CBTയും. ആദ്യം ചോദിച്ചിരിക്കുന്ന ആംഗിൾ ACB എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഈ കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അഥവാ ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും, 180 ആയിരിക്കും. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ ആംഗിൾ Pയും ആംഗിൾ Cയും അതായത് ACBയും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ആംഗിൾ P 70 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആംഗിൾ ACP എന്ന് പറയുന്നത് 180-ൽ നിന്ന് 70 കുറച്ചാൽ മതി. അപ്പോൾ 110 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ആംഗിൾ CBT, ഇതാണ് CBT, ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ACയും BCയും സെയിം ആണ് തന്നിട്ടുണ്ട്, ഈക്വൽ ലെങ്ത് ആണ്, തുല്യ നീളമാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു വര വരച്ചാൽ ഇതൊരു ഞാണാണല്ലോ, ഒരു കോഡാണ്. ഇവിടുത്തെ കോണിൻ്റെ അളവ് 70. അപ്പോൾ ഇത് മുഴുവനും കൂടെ ഇത്രയും 70 ആയിരിക്കും ആണല്ലോ, നമ്മളത് പഠിച്ചതാണ്. ഇനി ഈ കോൺ മുഴുവനോടെയും 70 ആണ്. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ ത്രികോണം എടുത്താൽ ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് അതിനെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ ഒരു കോണും ഇത്രയും ഭാഗവും തുല്യമായിരിക്കും. ഇത് 110 ആയതുകൊണ്ട് ടോട്ടൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിളിൻ്റെ സം എത്ര, 180. അപ്പം 110 ഇവിടെ പോയി, ബാക്കി 70 ഉണ്ട്. ഇത് രണ്ടും കൂടെ വീതിച്ചെടുക്കും. അതായത് 35 വെച്ചിട്ട് ഇവിടെയും 35, ഇവിടെയും 35 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു കോണം, ഇത് മുഴുവനും കൂടെ 70 ആണ്, ഇത്രയും മാത്രം 35. അപ്പോൾ ഈ ഒരു കോൺ എത്ര വരും, 70-ൽ നിന്ന് 35 പോയാൽ 35 ഡിഗ്രി വരും. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം, ഇൻ ട്രയാങ്കിൾ ACB കണ്ടോ, ഇത് ഈ ഒരു ത്രികോണത്തിൽ എന്താ തന്നിരിക്കുന്ന, AC = BC ആണ്. അപ്പോൾ ഏതൊക്കെ കോണുകളാണ് തുല്യം, കോൺ CABയും കോൺ CBAയും തുല്യമായിരിക്കും. അതും രണ്ടും 35 ഡിഗ്രി വെച്ചായിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന കോൺ ABT, ആംഗിൾ ABT = 70 ഡിഗ്രി. കാരണം എന്താണ്, കോൺ APB 70 ആയതുകൊണ്ട്, 70 ഡിഗ്രി ആയതുകൊണ്ടാണ് ABT 70. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോൺ CBT ആണ്, ആംഗിൾ CBT ആണ്.
അപ്പോൾ 70-യിൽ നിന്ന് 35 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 35 ഡിഗ്രിന്ന് കിട്ടും. 23ാമത്തെ എ ചോദ്യം. A boy sees the top of a building at an angle of elevation 35 degree. Walking 10 meters towards the building, he sees it at an angle of elevation 70 degree. ഒന്നാമത്തെ പാട്ട് ഡ്രോ എ റഫ് സ്കെച്ച് ഷോയിങ് ദീസ് ഡീറ്റെയിൽസ്. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. അതായത് ഒരു കെട്ടിടത്തിൻ്റെ മുകളറ്റം ഒരു കുട്ടി 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 10 മീറ്റർ മുന്നോട്ട് നടന്നതിന് ശേഷം നോക്കിയപ്പോൾ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ബിൽഡിങ്, അതായത് CD ആണ് ബിൽഡിംഗ്. ബോയ് A എന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് 35 ഡിഗ്രി മേൽക്കോണിൽ അല്ലേ. ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 10 മീറ്റർ മുമ്പോട്ട് ഈ ബോയ് നടക്കുകയാണ്, അതായത് B എന്ന പൊസിഷനിൽ ബോയ് എത്തുകയാണ്. അപ്പോൾ ഇത്രയും ദൂരമാണ് 10 മീറ്റർ, അതായത് A മുതൽ B വരെയുള്ള ദൂരമാണ് 10 മീറ്റർ. അപ്പോൾ ഈ സെയിം ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണുന്നത് 70 ഡിഗ്രിയിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫിഗർ വരച്ചല്ലോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉയരം, ഇതാണ് കെട്ടിടം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ ഇവിടെ 70 വന്നാൽ ഇവിടെ ബാക്കി എത്ര വരും? 110 വരും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആകണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, അതായത് ABD എന്ന ട്രയാങ്കിളിൽ ഈ കോണിൻ്റെ അളവ് എത്ര വരും? 110ഉം 35ഉം കൂടെ കൂട്ടുമ്പോൾ 145. ബാക്കി എത്ര വരും? 180 കിട്ടാൻ വേണ്ടി 35 കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് ഈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 35ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ BD ഇതും ഈ 35ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ABയും തുല്യമായിരിക്കും. അപ്പോൾ BDയുടെ ലെങ്ത് എത്ര വന്നു? BDയുടെ ലെങ്ത്തും 10 മീറ്റർ തന്നെയെന്ന് കിട്ടി. റീസൺ മനസ്സിലായോ? റീസൺ എങ്ങനെയാണ്? ഇൻ ട്രയാങ്കിൾ ABD, ത്രികോണം ABDയിൽ ആംഗിൾ ADBയും 35 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 10 മീറ്റർ ആണ്. അപ്പോൾ ഈ 35ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും 10 മീറ്റർ തന്നെയായിരിക്കും. അതല്ലെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് BD 10 മീറ്റർ എന്ന് കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, അതായത് CD ആണ് വേണ്ടത്. അപ്പോൾ ഇത് 10 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇത് 10 മീറ്റർ ആണ്. നമുക്കിത് കാണണം. 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണണം, അല്ലെങ്കിൽ ഈ 70ൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, നേരെ എതിർവശം. പിന്നെ കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് ആണ് ഇപ്പോൾ കിട്ടിയ 10 മീറ്റർ. അപ്പോൾ കർണവും എതിർവശവും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വരുന്നത് ഏതാണ്? സൈനാണ് അല്ലേ. അപ്പോൾ sin 70 ആണ് എന്ത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. എതിർവശം ബൈ കർണം. എതിർവശം എന്ന് പറയുന്നത് ഏതാണ്? CD ബൈ കർണം എന്ന് പറയുന്നത് BD. അപ്പോൾ ഈ CD അല്ലേ ബിൽഡിങ് അല്ലേ. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ, CD കിട്ടുമല്ലോ. അപ്പോൾ CD ഈക്വൽ ടു അഥവാ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, കെട്ടിടത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് BD ഇൻറ്റു sin 70. BD ഇപ്പോൾ കിട്ടി 10 മീറ്റർ ആണ്, ഇൻറ്റു sin 70. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. sin 70 എത്രയാണ്? 0.9397.
7. 10 കൊണ്ട് ഗുണിക്കാനാണ് അല്ല, അപ്പം നമുക്ക് ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി വലത്തോട്ട്. അപ്പോൾ ആൻസർ എത്ര വന്നു? 9.397 മീറ്റർ എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 9.4 മീറ്റർ എന്ന് എഴുതാവല്ലോ. എ പാർട്ടാണ് 23ാമത്തെ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി ബി ക്വസ്റ്റ്യൻ ചെയ്യാം. 23ന്റെ ബി ചോദ്യം ഇതാണ്. 2 buildings stand 15 meter apart on a flat terrain. A person standing on top of the less tall building sees the foot of the taller building at an angle of depression 30 degree and the top at an elevation of 40 degree. Draw a rough sketch showing these details. Calculate the height of the tall building. അതായത് നിരപ്പായ പ്രദേശത്തെ 2 കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ ആണ്. ചെറിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ കെട്ടിടത്തിൻ്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. വലിയ കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക. ഇവിടെ ചോദ്യത്തിൽ 2 ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അതായത് AB ആണ് പൊക്കം കുറഞ്ഞ ബിൽഡിങ് 1 എന്ന് കൊടുക്കാം. ഈ CE അതാണ് ബിൽഡിംഗ് 2. ഈ 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം BC എത്രയാണ് തന്നിരിക്കുന്നത്? 15 മീറ്റർ ആണ് അല്ലേ. ഇനി ചെറിയ സ്മോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി വലിയ ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലേക്കാണ് നോക്കുന്നത് അല്ലേ, ബോട്ടത്തിലേക്ക് നോക്കുക. അപ്പോൾ കിട്ടുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതായത് ഈ നേരെയുള്ള നോട്ടത്തിൽ നിന്ന് താഴോട്ട് എത്ര തിരിഞ്ഞു, എത്ര ആംഗിള് പോയി എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൺ. അതാണ് 30 ഡിഗ്രി. നേരെയുള്ള നോട്ടമാണ് ഞാൻ ഈ പച്ച കളറിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതേ കുട്ടി അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ടോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നോക്കുക, ഏറ്റവും മുകളറ്റത്തിലേക്ക് നോക്കുകയാണ് 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ. അതും നമ്മൾ എടുക്കേണ്ടത് നേരെയുള്ള നോട്ടത്തിൽ നിന്ന് എന്തുമാത്രം മുകളിലോട്ട് എന്നുള്ളതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. നേരെയുള്ള നോട്ടത്തിൽ നിന്ന് എന്തുമാത്രം താഴോട്ട് എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ക്ലിയർ ആയല്ലോ കീഴ്ക്കോൺ. അപ്പോൾ ഫിഗർ മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1ാമത്തെ പാർട്ടാണ് ഫിഗർ വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പേരൊക്കെ കൊടുക്കാം. ABCD എന്നൊക്കെ പേര് കൊടുത്തു. നമ്മളോട് 2ാമത് ചോദിച്ചിരിക്കുന്ന ഈ വലിയ കെട്ടിടത്തിൻ്റെ ഉയരം, അതായത് CE എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ പാർട്ട് ഈ CE എന്ന് പറയുന്നത് ഈ ABയുടെ ഹൈറ്റ് തന്നെയാണല്ലോ, അതായത് 1ാമത്തെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നെയാണല്ലോ CD അല്ലേ. ആ CDയുടെ കൂടെ DE കൂട്ടുമ്പോഴല്ലേ ഈ CE കിട്ടുന്നത് അല്ലേ. CE കാണുന്നതിന് പകരം CDയും DEയും കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇനി CD എവിടെ നിന്ന് കിട്ടും? C മുതൽ D വരെ ഉള്ളത് ഈ ത്രികോണത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം CD കണ്ടുപിടിക്കാം. ഇപ്പോൾ CD കിട്ടണമെങ്കിൽ ഈ 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് വേണം. അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സൈഡും പിന്നെ നമുക്ക് 2 എണ്ണം വേണമല്ലോ. ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് കണ്ടുപിടിക്കണം. പിന്നെ ഒരെണ്ണം അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ച വരയാണ്. അതെവിടെ നിന്ന് കിട്ടി? ഈ 15 മീറ്റർ തന്നെയല്ലേ ഈ പച്ച വരയുടെ നീളം. അപ്പോൾ ഈ 30 ഡിഗ്രിയെ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും നമുക്ക് ഉണ്ട്. അതായത് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസൻറ്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അതേതാണ്? ടാൻ ആണ്. അപ്പോൾ CD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് tan 30 എടുക്കുക. tan 30യുടെ ഓപ്പോസിറ്റ് സൈഡാണ് CD ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ഈ പച്ച വരയായ AD, അതായത് 15 മീറ്റർ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് CD ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 × tan 30 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ tan 30 നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. tan 30 എന്ന് പറയുന്നത് 0.5774 ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.661 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ CD നമുക്ക് കിട്ടി. അതായത് ഈ ചെറിയ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഈ CD.
ഇനി നമുക്ക് DEയും കൂടെ കണ്ടുപിടിക്കണം. ഇനി DE കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. അതിനകത്ത് 40യുടെ ഓപ്പോസിറ്റ് സൈഡാണ് DE, പിന്നെ അഡ്ജസൻറ്റ് സൈഡായ ഈ പച്ചവര. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് tan 40 ആണ് അവിടെ കാണേണ്ടത്. tan 40 എന്ന് പറയുന്നത് DE ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 15. അപ്പോൾ എന്താ കിട്ടി? DE കിട്ടുകയല്ലേ. DE എന്ന് പറയുന്നത് 15നെ tan 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 15നെ tan 40 എന്ന് പറയുന്നത് 0.8391. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 12.5865 എന്ന് കിട്ടി. ഇനി ഈ CDയും DEയും കൂടെ കൂട്ടുക. CDയും DEയും കൂടെ കൂട്ടുമ്പോഴാണല്ലോ CE കിട്ടുന്നത്. CDയും DEയും കൂടെ കൂട്ടുമ്പം ഈ മുഴുവൻ CE കിട്ടും. അപ്പോൾ CE കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 8.661ൻ്റെ കൂടെ 12.5865 കൂട്ടിയാൽ മതി. ഇപ്പോൾ ഡെസിമൽ നേരെ താഴെ എഴുതി വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 8.661ഉം 12.5865ഉം കൂടെ ആഡ് ചെയ്യുക. 21.2475 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഏകദേശം റൗണ്ട് ചെയ്തിട്ട് 21.25 മീറ്റർ എന്ന് എഴുതാവല്ലോ. അപ്പം അതാണ് വലിയ കെട്ടിടത്തിൻ്റെ ഉയരം ഈക്വൽ ടു 21.25 മീറ്റർ. മനസ്സിലായല്ലോ? നമുക്ക് ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ബാക്കി ഈ സെക്ഷനിൽ തന്നെ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം.